നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ചോറുമായിട്ട് വന്ന് പിള്ളേർ കുളിച്ച് സുന്ദരനായിട്ടിരിക്കുക. മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവരെല്ലാം സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ചോറും കൊണ്ട് വന്നതാണ്. മോളിന്നലെല്ലാം വൃത്തിയാക്കിയിട്ട് പോയി. എല്ലാവരും നല്ല ഇതിലാണ്. ടോണ് കണ്ടപാടെ ചാടി വന്നു. പിങ്കിയെ തൊടാൻ അവൻ സമ്മതിക്കത്തില്ല. കണ്ടില്ലേ, ആരെയും തൊടാൻ അവൻ സമ്മതിക്കത്തില്ല. അവനെ മാത്രമേ ആകാവുള്ളൂ. അവൻ അസൂയ കുശുമ്പ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വേറെ ആരെയും ഞാൻ തൊടരുത്. ഓക്കെ, പിങ്കിയെ തൊട്ട ഉടനെ അവൻ വരും. അവൻ ദേഷിക്കും, അങ്ങ് തൊടരുതെന്ന് പറയും. നോക്ക്, അവനെ എന്താ വേണേലും ആയിക്കോണം, വേറെ ആരെയും തൊടരുത്. കുളിച്ച് സുന്ദരനായി കുട്ടപ്പനായിട്ട് കിടക്കുക. നോക്ക്, അവളെ തൊട്ട് കഴിച്ച ഉടനെ വന്നവൻ പ്രശ്നം ഉണ്ടാക്കും. അവനെ തൊട്ടോണം. അതുകൊണ്ട് അപ്പുറത്തെ ഒരാളിരുന്ന് പങ്കിയിരുന്ന് കയ്യാട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടും എല്ലാനെ വെള്ളം വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇല്ലാത്തതിൻ്റെ ഡോണാണെങ്കിൽ പിങ്കിയെ തൊടാൻ സമ്മതിക്കുന്നുമില്ല. അവനെ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ അവൻ കേൾക്കത്തുമില്ല. ഇന്ന് മോനില്ല, മോൻ സ്കൂളിൽ പോയേക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ അവിടെ വെച്ചിട്ടെടുക്കുവാണ്. പിങ്കിയെ തൊട്ടാൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. അന്നേരം പിങ്കിയെ എന്നല്ല, ആരെയും തൊടാൻ അവൻ സമ്മതിക്കരുത്. അവനോട് മാത്രമേ സ്നേഹം കാണിക്കാവുള്ളൂ, അവനെ മാത്രമേ തൊടാവുള്ളൂ, അവനെ കളിപ്പിക്കാവുള്ളൂ. അതാണ് അവൻ്റെ ഒരു പോളിസി. നമ്മൾ വള്ളു പറഞ്ഞാലും അവൻ പോകത്തില്ല. അവൻ നമ്മൾ ദേഹത്തെ അടിക്കയറാനായിട്ട് ഇരിക്കുക. ഇന്ന് ഞാൻ ചോറ് അടിച്ച് നേരത്തെ ഇറങ്ങി ഇത് കൊടുത്തിട്ട് ഒരു വഴിക്ക് വരെ പോകണം. ഉണ്ട് പങ്കി കൊണ്ട് കൈയാട്ടി വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞ്. പങ്കിയെ തൊടാനും അവൻ സമ്മതിക്കത്തില്ല. അവൻ്റെ സ്ഥിരം പണിയാണിത്. പിള്ളേരെ ആരെയും തൊടരുത്, അവനെ മാത്രമേ ആകാവുള്ളൂ. നോക്ക്, അവിടെ വന്ന് അവൻ അലമ്പുണ്ടാക്കുന്ന നോക്ക്. ഇല്ല, അലമ്പ് പിള്ളേരെ സ്വഭാവം അവന് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ മാറിയിരുന്നു. അവനെ മാത്രമേ തൊടാവുള്ളൂ, അവനോട് സ്നേഹം കാണിക്കാവുള്ളൂ എന്നുള്ള ഒരു പോളിസിയാണ് അവനും. അത് പണ്ടേ ഉള്ളത് അവന്. എന്നാലും ചേച്ചി വന്ന് കുളിപ്പിച്ച് അവൻ ഡീസൻ്റായിട്ട് നിന്ന് കൊടുത്തോണ്ടില്ലേ. ചേച്ചിയോട് വലിയ കാര്യമാണ്. ഇവർക്ക് 3 പേർക്കും. അത് ഇന്നലെ വന്ന് എല്ലാം ചെയ്തിട്ട് പോകാൻ നേരത്ത് ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങൾ റോഡ് വരെ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. ഇവരടുത്ത് കൂവുന്നുണ്ട്. ഇട്ടിട്ട് പോവുക എന്നുള്ള രീതി വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കുമായിരുന്നു. അതുകൊണ്ട് പങ്കിയുടെ പണിയുണ്ട്. പങ്കിക്ക് മാത്രമേ ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് അവൾ എങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. നീ തുണിയൊന്നും ഇട്ട് കൊടുക്കണ്ടെന്ന് നിർദ്ദേശം. കാരണം അയ്യ മൊത്തം തുണിയായിരുന്നു. ഒരു തച്ച് പടി വെച്ച് ചെയ്യേണ്ടി വന്നതെല്ലാം വാരി കളയാൻ വേണ്ടി. ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവരതിനകത്ത് കിടക്കത്തുമില്ല, എടുത്ത് കളയുക. അതുകൊണ്ട് പിന്നെ മഴയും ഇല്ലല്ലോ. ചോറ് കൊടുക്കുക. ഇന്നലെ വിരയൊക്കെ ഇളകാനുള്ള മരുന്നും എല്ലാം കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് ഡീസൻ്റായി. അങ്ങനെ എല്ലാവരും നോക്കി കിടക്കുക. ചോറ് നല്ല ചൂടോടെ കൊണ്ടുവരുന്നു. വിളപ്പിച്ച എടുത്ത് അന്നേരം തന്നെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകാൻ വേണ്ടി. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഈ സമയം കണക്കാക്കി ഇവർക്ക് ചോറ് കൊടുത്തിട്ട് പോക്ക് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പോയാൽ പിന്നെ ഈ സമയത്ത് ഓടിയെത്തണം. അതുകൊണ്ട് ഇവർക്ക് ചോറ് കൊടുത്തിട്ട് അങ്ങോട്ടെങ്കിലും പോക്ക് നടക്കത്തുള്ളൂ. ഡോണിൻ്റെ ദേഹത്തെ രോമമെല്ലാം നമ്മൾ കണ്ടിച്ച് കളഞ്ഞത്, ചെടക്കായിപ്പോയി. തോരുന്നുമില്ല, മഴയും പിടിച്ച് അവന് എന്തോ ചെയ്യാനാ. കത്രിക്ക് കണ്ടിച്ചെടുത്ത് കളഞ്ഞത്. രോമമൊക്കെ അതുകൊണ്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അവന്. ഇരിയിട്ടൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. പങ്കി ചൂടായിട്ട് കൈകൊണ്ട് സ്വന്തമായിട്ട് നീക്കിയെടുത്ത് വെക്കുക.
കാക്കയും വന്നിട്ടുണ്ട്. കാക്കയ്ക്കുള്ള ചോറ് കൊടുക്കാം. അതും കൃത്യസമയത്ത് തന്നെ വരും. പങ്കി സ്വന്തമായിട്ട് നീക്കി അടുപ്പിച്ച് വെച്ചിട്ടേ ഇന്നത്തോളൂ. നമ്മളെവിടെ വെച്ച് കൊടുത്താലും അവിടുന്ന് അവിടെ രീതിക്ക് നീക്കും. കൈ കൊണ്ട് നീക്കി അടുപ്പിച്ച് വെച്ചിട്ട് അവൾ കഴിക്കത്തുള്ളൂ. വിശപ്പുണ്ടെന്ന് തോന്നുന്നു. ചൂടായിട്ടും അവൾ പങ്കി അങ്ങ് കഴിക്കുന്നുണ്ട്. വിര ഇളക്കിക്കൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കഴിച്ചോളൂ. നല്ല ചൂടാ, എന്നിട്ടും പങ്കി അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാ. പിങ്കി പോയി നോക്കിയിട്ട് ചൂടായതുകൊണ്ട് ഇഞ്ഞ് പോരുന്നു. ഡോണാണെങ്കിൽ അടുത്തോട്ട് വന്നതുമില്ല. ചൂടായതുകൊണ്ട് ആവി പറക്കുമല്ലേ. ഇവർക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് വീണ്ടും പോകാമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. കുടിക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം തട്ടിക്കളഞ്ഞു. 3 പേർക്കും വേറെ വേറെ വെള്ളം വെച്ച് കൊടുത്തതാണ്. ഡോണ സ്റ്റെപ്പിൻ്റെ സൈഡിലായതുകൊണ്ട് അവൻ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോഴത്തേക്ക് പാത്രം ഉൾപ്പെടെ അവൻ തട്ടിക്കളയും. പോവാന്നും പറഞ്ഞ് അവനിഞ്ഞു വന്നു. നേരത്തെ പള്ളു പറഞ്ഞുകൊണ്ട് ഡോണ് പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ ഇറങ്ങിയും കയറി ഇങ്ങനെ നടക്കുക, കുഴപ്പമില്ലല്ലോ. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്തില്ലെങ്കിൽ പിന്നെ അവന് നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ചെളിക്കകത്തൊക്കെ പോയി കിടക്കും. ഇന്നലെ കുളിപ്പിച്ചതിൻ്റെ ചെറിയ പഞ്ഞിപ്പൂട പോലത്തെ പൂട എല്ലാം പൊങ്ങി വരുന്നുണ്ട്. ചോറ് തിന്നാൻ പറഞ്ഞു എന്നോട്. അപ്പം അവനെ ഉഷാറായി. മറ്റേ ദേഹമെല്ലാം കൂടെ ഒരുമാതിരി അഴുക്ക് പിടിച്ച് അപ്പിയടഞ്ഞിരിക്കുമായിരുന്നു. ബാക്കിയുള്ളവരെ അത്ര അഴുക്കില്ലായിരുന്നു, അവൻ്റെ ദേഹത്തായിരുന്നു മൊത്തം അഴുക്ക്. എന്നുവെച്ചാൽ അവൻ മൊത്തം കറങ്ങി നടന്ന് 4 സൈഡിലുമുള്ള അഴുക്കിനകത്തും ചെളിക്കകത്തും എല്ലാം പോയി കിടക്കുമല്ലേ. പഞ്ഞിപ്പൂടെ എല്ലാം ഒന്ന് തുടച്ച് കളയും. ഷാമ്പു ഒക്കെ ഇട്ട് കുളിപ്പിച്ചല്ലേ, അവരുടെ ഷാമ്പു അവരുടെ സോപ്പും ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കുളിപ്പിച്ച. എന്നാലും ചെറിയ കാട്ടി കുറഞ്ഞ രോമമൊക്കെ അങ്ങനെ പോകും. പങ്കി കിട്ടിയ പാടെ ചൂടോടെ തന്നെ അങ്ങ് കഴിക്കുന്നുണ്ട്. എന്താന്ന് അവൾ വിര ഇളക്കാൻ മരുന്ന് കഴിച്ചപ്പോൾ വിശപ്പ് കൂടി കാണും. ഡോണിനെ കുളിപ്പിച്ചപ്പോൾ ഉണ്ട് അവന് ഈ രോമത്തിൻ്റെ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, അല്ലാതെ ശരീരമൊക്കെ വണ്ണമൊക്കെ കുറവാണ്. പൂട നല്ലപോലെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് വലിയ ഇതായിട്ട് തോന്നുന്നുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഒന്ന് കാണണമായിരുന്നു. താറാവ് കുളിച്ചോലേക്കുമായിരുന്നു. ചാപ്പാടിൻ്റെ ഒന്നും കുഴപ്പമില്ല, പിന്നെ ടെൻഷൻ കാണും അവർക്കെല്ലാം. ഞങ്ങൾ മോള് പോകാൻ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക 3 എണ്ണം കൂടെ. പിന്നെ റോഡിൽ വരെ പോയിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ. ആൾക്കാരും എല്ലാം പറയത്തില്ല ഇങ്ങനെ കൂവിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ. തിരിച്ചു വന്ന് 3നെയും പള്ളു പറഞ്ഞ് എങ്ങും പോകുന്നില്ല, ഞങ്ങളിവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒന്ന് അടങ്ങിയത്. പങ്കി തുടക്കം ഇട്ട് കൊടുക്കും, പിന്നെ പിങ്കി ഏറ്റു പിടിക്കും, പിന്നെ ലാസ്റ്റ് ഡോണിൻ്റെ സൗണ്ട് ഭയങ്കരമാണ്. അവൻ ലാസ്റ്റാണ്. പിള്ളേരെ കൊണ്ടെല്ലാം വെള്ളം വെപ്പിച്ചിട്ടാണ് അവൻ വെക്കുന്നത്. അവൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ആർക്കും കിടക്കാൻ പറ്റത്തില്ല.
ആൾക്കാർ വല്ലതും പരാതിയൊക്കെ പറയത്തില്ലേ? ഒന്നാമത് അവരെ ഇങ്ങനെ ഇട്ട് നോക്കുന്നത് ആർക്കും പിടിക്കാതിരിക്കുക, അവരെയൊക്കെ കൊണ്ട് കളയുന്നൊക്കെ ഉള്ള രീതിയിലാണ് അയലത്തുകാരൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കളയാൻ പറ്റുമോ? അതിന് മോളുമായിട്ട് അവിടെ ചില ആൾക്കാരോട്ട് സംസാരം വരെ നടന്നേക്കും. നിങ്ങളെന്തിനാ ഇനി ഇങ്ങനെ ഇതിനെ ഇട്ടേക്കുന്നത്, ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ഉള്ള രീതി അവർ പറയുന്നത്. അതവർക്ക് പറയാം, അവരുടെ ചായ അവർക്ക് പറയാം. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യത്തിന് നടക്കും. ഇതിനകത്ത് നിറച്ച് കാന്താരിയുണ്ട്, കറിയാപ്പുണ്ട്, പുളി, അങ്ങനെ ഒത്തിരി ഐറ്റം സാധനങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് കയറി അവരുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് വേണേലും കാണിക്കാം. ഇതിപ്പോൾ ഡോൺ അഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഒന്നും പറ്റാത്ത, അല്ലെങ്കിൽ പുറവശത്ത് ചാടിയൊക്കെ ഇറങ്ങി ആൾക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് വേണേലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അവർക്ക് പല ആൾക്കാർക്കും ഒരുപാട് തടസ്സമാണ്. അതുകൊണ്ട് അവർക്കത് പറയാം. നമുക്കങ്ങനെ കൊണ്ട് കളയാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ഇവരെ വളർത്തുന്നത്. പിന്നെ ഇവർ കിടന്ന് വേളം വെച്ച് കഴിയുമ്പം അവരെന്തായാലും പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ റോഡ് വരെ പോയിട്ട് തിരിച്ചു വന്ന് അവരെ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് പോയത്. അത് രാവിലെ തൊട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നേ ഇല്ലേ. പെട്ടെന്ന് കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ചോറുമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകാനൊരുങ്ങിയപ്പം അതിൻ്റേതായ വേളം വെച്ചതാണ്. അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കുറച്ച് ടൂളും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പോവാം. അപ്പോൾ അതും തിന്ന് വെള്ളം കുടിക്കുമ്പോൾ വയറ് വീർത്ത് കുതിർന്ന് കയറി കിടന്നോളൂ. ചോറ് മാത്രമല്ല, അവരെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതി വിശപ്പങ്ങ് മാറും അവർക്ക്. ചോറ് കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പ് കയറും. കിട്ടുകൊടുത്ത ചോറ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പ് കയറും. തൂത്തുവാരി കളഞ്ഞിട്ട് പോകാമെങ്കിൽ കുഴപ്പമില്ല, അവനവിടെ കിടക്കണ്ടല്ലേ. ഒരുപാട് പേർക്ക് അസൂയാണ് നമ്മൾ ഇവരെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ച് ഇനിയിപ്പം ഇവരെ നോക്കത്തില്ല, ഇവരെ ആർക്കെങ്കിലും കുടിക്കുകയോ എവിടെയെങ്കിലും കൊണ്ട് കളയുകയോ ഒക്കെ ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിൻ്റെ ചുരുക്കം എല്ലാവർക്കും ഉണ്ട്. നമുക്കങ്ങനെ കളയാൻ പറ്റും, നമ്മുടെ പിള്ളേരല്ലേ. അവരെ ഇപ്പോൾ എന്ത് വന്നാലും നമ്മൾ നോക്കുമെന്നുള്ള കണ്ടീഷനിൽ തന്നെ നമ്മളിവിടെ നിർത്തിയേക്കുന്നത്. ചിലർക്ക് ഇവരോട് ഭയങ്കര, ഇവരെ കാണുന്നതും ഇവരെ സൗണ്ട് കേൾക്കുന്നതൊക്കെ വലിയ ഇതൊക്കെയായിട്ട് തോന്നുന്ന ചില ആൾക്കാർ, ചില പ്രായമുള്ള ആൾക്കാരായിട്ട്, ചെറുപ്പക്കാരൊന്നുമല്ല. ചെറുപ്പക്കാർക്ക് അത്രയും വലിയ വിഷയമൊന്നുമില്ല. ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുറച്ച് ലോഷനും ഒക്കെ ഒഴിക്കുക. മഴ വെള്ളം കെട്ടിക്കിടന്നതല്ലേ, ചേറ് നല്ല മണമൊക്കെ വരും. ഈച്ചയും ശല്യമൊന്നും വരത്തില്ല പിള്ളേർക്ക്. നമ്മുടെ ഏഞ്ചൽ കമ്പനിയുടെ തന്നെ ലോഷനാണ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒന്നും പരസ്യവും അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. പഴയതൊക്കെ തന്നെ കണ്ടുകൊണ്ട് ആൾക്കാർ വിളിക്കുന്നത്, ഓർഡർ തരുന്നതുമൊക്കെ. അപ്പോൾ അതിനൊന്നും ഉള്ളൊരു മൂഡ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനി സാധനം തന്നെ ഒരുപാട് സാധനം സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അത് ഓർഡർ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. പുതിയ വീഡിയോ പിന്നെ ഓണത്തിന് നമുക്ക് ഇടാം. ഓണം ഓഫറൊക്കെ വെച്ചുകൊണ്ട് ഏഞ്ചൽ കമ്പനിയുടെ സാധനം നമുക്ക് ഇറക്കാം. സോപ്പിൻ്റെ, വാർ സോപ്പിൻ്റെ ഒക്കെ ഒരു ഓഫർ ഇടണമെന്ന് വിചാരിച്ചിരിക്കുക വീഡിയോ നമുക്ക്. അപ്പോൾ ഏഞ്ചലിൻ്റെ പ്രോഡക്റ്റെല്ലാം തന്നെ സാധനം ഇപ്പോഴും നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കടകൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഓർഡർ അനുസരിച്ച് സാധനം എല്ലാവരും കൊണ്ട് കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിനകത്ത് നോക്കിയാൽ മതി. നമ്മുടെ ഏഞ്ചലിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. 10-16 ഐറ്റം പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയുടെ പേരിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി ഇറക്കുന്നുണ്ട്. വേണ്ടുന്ന ആൾക്കാർ ഈ നമ്മുടെ വീഡിയോ കയറി നോക്കിയാൽ മതി. നമ്മുടെ ചാനലിനകത്ത് കയറി നോക്കാമെന്നുണ്ടെങ്കിൽ കിടപ്പുണ്ട്. ഇവിടെ തുറക്കുന്നതിന് കണ്ട് പള്ളു പറഞ്ഞ് നിൽക്കുന്ന നോക്ക്. നല്ല കുട്ടിയായിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. യാതൊരു അലമ്പും ഇല്ലാതെ നല്ല അനുസരണയോടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം തുറന്ന് കുഴിയാക്കുന്നതിന് പള്ളു പറഞ്ഞതാണ്. ഒരു സൗണ്ട് പോലെ. അവിടെ നഗരം കണ്ട സിമെൻറ്റ് താറയൊക്കെ തുറന്ന് മറിക്കാൻ പറ്റിയ നഗരമാണ് അവിടെ. ഡോണ് നിന്ന് കുഴഞ്ഞ് അവനങ്ങ് കിടന്നു. ഇന്ന് പിങ്കിയേ ഉള്ളു കഴിക്കാത്ത. അവർ രണ്ടുപേരും കഴിച്ച് തീർത്തു നോക്ക്. പിങ്കി ഇന്ന് കുറച്ച് കഴിച്ചിട്ട് നോക്കി നിൽക്കുക. ഇനിയിപ്പോൾ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കുക. പിങ്കിയൊക്കെ നല്ല സന്തോഷത്തിലാണെന്ന്. നമ്മളെ കാണുമ്പോൾ അവർക്കെല്ലാം വലിയ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് പോകുമ്പം അത് പിള്ളേർക്കെല്ലാം വിഷമവുമാണ്. നമുക്കെന്തോ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കിപ്പം ഇങ്ങനെയൊക്കെ എല്ലാം നോക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്.
മോള് വന്ന് എല്ലാം കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് പോയി. ഇനി അവൾ അടുത്ത ആഴ്ച വരാമെന്ന് പറയുന്നുണ്ട്. ഉണക്കായിട്ടൊന്നും കൂടെ ഇതാക്കണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് കിടക്കുക. ബാക്കി രണ്ടുപേരും ചോറ് തിന്നുന്നു. അവൾ പിങ്കി നോക്കിക്കൊണ്ട് കിടക്കുക. ഒരുപാട് ആൾക്കാർ മെസ്സേജൊക്കെ ഇടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വളരെ സന്തോഷം. പിള്ളേരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പിള്ളേരെ കൂട്ടല്ലേ ഇവരെ വളർത്തുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ നോക്കും എന്തായാലും. മഴയും വെള്ളവും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇവിടെ ചില ആൾക്കാർ താമസിക്കുന്നിടത്തോട്ട് കൊണ്ടുപോകാൻ ചോദിച്ച് അവിടോട്ട് കൊണ്ടുപോകാൻ നടക്കത്തില്ല, ഞാൻ പറഞ്ഞിരുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ പരിഹാരം നമുക്ക് ഉണ്ടാക്കി അവരെ അങ്ങോട്ട് മാറ്റാനുള്ള ശ്രമം ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു.